ഇതിനകത്ത് ഇപ്പോൾ ഇടതുപക്ഷത്തോടൊപ്പം സഹകരിച്ച അൻവറിൻ്റെ രാജിയാണ് ഉപതെരഞ്ഞെടുപ്പിലേക്ക് ഇവിടെ വഴിയൊരുക്കിയത്. ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞതുപോലെ ഇടതുപക്ഷ വോട്ടുകളിൽ ഒരു ചോർച്ച, അല്ലെങ്കിൽ ഇടതുപക്ഷ വോട്ടുകൾക്കൊപ്പം തന്നെ അധികമായ വോട്ട് സമാഹരണം, ഇത് നിലമ്പൂരിൽ ജയത്തിന് ഇടതുപക്ഷത്തിന് അനിവാര്യമാണ്. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയായിരിക്കും മറികടക്കുക? എന്താണ് രാഷ്ട്രീയമായി ശ്രീ രാജീവ് കാണുന്നത്? അല്ല, അതിപ്പോൾ ഇടതുപക്ഷത്തിന് ഒപ്പം നിന്നിരുന്നവർ ഉൾപ്പെടെ വലിയ തോതിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടാണല്ലോ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളും വിജയിച്ചത്. ആ സന്ദർഭത്തിൽ അതേപോലെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വിജയിപ്പിച്ച ഒരാൾ കടുത്ത ശത്രു നിലപാട് സ്വീകരിച്ച് ഇതേപോലെ തെരഞ്ഞെടുപ്പിലേക്ക് വരെ ഈ നാടിനെ വലിച്ചിഴച്ചതിലുള്ള ഒരു പ്രതിഷേധം സ്വാഭാവികമായിട്ട് രൂപം കൊള്ളും. എനിക്ക് തോന്നുന്നു അതുപോലും കുറേ കൂടി ശക്തമായി ഇടതുപക്ഷത്തിന് അനുകൂലമായി വരാനാണ് ഇടയുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഇടതുപക്ഷ അനുഭാവികളിൽ ഒരാളെ പോലും സ്വാധീനിക്കാനോ അല്ലെങ്കിൽ കൂടെ കൂട്ടാനോ കഴിയാതെ വന്നതും നിലമ്പൂരിലെ ഇടതുപക്ഷത്തിൻ്റെ, അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാടുകൾക്ക് കിട്ടിയ സ്വീകാര്യതയാണോ? തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഒരു ഗവൺമെൻറ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. 9 വർഷം പിന്നിട്ട് ഇപ്പോൾ നിങ്ങൾ ഈ മണ്ഡലത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ പലരും പറയുന്ന രൂപത്തിലുള്ളൊരു ഭരണവിരുദ്ധ എന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്ന ആളുകൾക്ക് പോലും ആ വികാരം ഇപ്പോൾ ഉണ്ടെന്ന് പറയുന്നില്ല. മാധ്യമങ്ങൾ പോലും ആ നിലയിലേക്ക് എത്തുന്നില്ല. അപ്പോൾ നല്ല രീതിയിൽ പോകുന്നൊരു ഗവൺമെൻറ് ഈ നിലമ്പൂരിൽ വലിയ മാറ്റങ്ങൾക്ക് കൂടി സഹായകരമായ നിലപാട് സ്വീകരിച്ചു. ഞാൻ ഓർക്കുമ്പോൾ ഞങ്ങൾ നേരത്തെ നിലമ്പൂരിൽ വന്നത് നമ്മുടെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അന്നത്തെ MLA ആയിരുന്ന അൻവർ നടത്തിയ പ്രസംഗം നമ്മുടെ എല്ലാവരുടെ മുൻപിലുണ്ട്. എങ്ങനെ നിലമ്പൂരിനെ 9 വർഷം മാറ്റിയെടുത്തു. അന്ന് 8 വർഷമായിരുന്നു, 8 വർഷം കൊണ്ട് മാറ്റിയെടുത്തു. ഈ കണ്ണൂരുള്ളതിനേക്കാളും കൂടുതൽ ജനങ്ങൾ ഈ നവകേരള സദസ്സിൽ ഇവിടെ വന്ന് പങ്കുചേർന്നത് ആ വലിയ മാറ്റത്തിൻ്റെ പിന്തുണ കൂടിയാണെന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തി. നമ്മളിവിടെ സഞ്ചരിക്കുമ്പോഴും ആ മാറ്റങ്ങൾ പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ഏറെ മാറ്റം വന്നിട്ടുള്ള ഒരു മണ്ഡലം ഇനിയും വളരണമെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ശക്തമായി പിന്തുണ നൽകുന്ന ഒരു വിജയമാണ് ഉണ്ടാകേണ്ടതെന്ന് പൊതുബോധം മണ്ഡലത്തിലൂടെ തന്നെ രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ 2000 കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ 9 വർഷം കൊണ്ട് നിലമ്പൂരിൽ മാത്രം നടത്തിയിരിക്കുന്നത്. അതാണ് സൂചിപ്പിച്ചത്. ഇപ്പോൾ നമ്മൾ പോകുന്ന റോഡുകൾ, മലയോര റോഡിൻ്റെ ഭാഗം കാണാൻ കഴിയും, മറ്റ് പദ്ധതികൾ കാണാൻ കഴിയും. അപ്പോൾ നിലമ്പൂരിൽ അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തിയ വികസന പ്രവർത്തനങ്ങൾ, നേരത്തെ MLA ആയിരുന്നയാൾ ഇടതുപക്ഷ വിരുദ്ധ നിലപാട് ശക്തമായി സ്വീകരിക്കുമ്പോഴും അദ്ദേഹം മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നതെല്ലാം ഈ ഗവൺമെൻറ്റിൻ്റെ കിഫ്ബി പദ്ധതികൾ, പൊതുവായ വികസന കാഴ്ചപ്പാട്, അതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. അപ്പോൾ അത് ജനങ്ങൾക്ക് തന്നെ നമ്മളാരും വിശദീകരിക്കാതെ മനസ്സിലാകാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു പിന്തുണ നൽകുന്ന ഒരു വിജയം സ്വരാജിൽ വഴി നൽകേണ്ടതുണ്ട് എന്ന് സാധാരണ ജനങ്ങൾ കരുതുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.